Hi all. The next topic is illustration. Illustration is a rhetorical mode in which we explain something with examples. Illustration is a rhetorical mode in which we explain things with proper examples. When you write an essay, if you make a statement with proper examples, it becomes more clear to your reader. ഇല്യൂസ്ട്രേഷൻ എന്ന റെട്രിക്കൽ മോഡൽ നമ്മളൊരു കാര്യത്തെ എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു എസ്സേ എഴുതുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ സഫിഷ്യൻറ്റ് എക്സാമ്പിൾസ് വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രോപ്പർ എക്സാമ്പിൾ വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് റീഡറിന് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇഫ് യുവർ ടീച്ചർ ആസ്ക് യു ടു റൈറ്റ് എൻ എസ്സേ ഓൺ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ എ സിറ്റി ഇൻ ഡിസ്പോസിങ് ഇറ്റ്സ് സോളിഡ് വേസ്റ്റ്, if you use photograph of piling waste in the street to explain a point, it become more clear to the reader. നിങ്ങളോട് ഒരു സിറ്റിയിലെ വേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതിനെക്കുറിച്ചിട്ടാണ് നിങ്ങളോട് അസൈൻമെൻറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ആ സിറ്റിയിൽ വേസ്റ്റ് കൂമ്പാരങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക എന്നുള്ളതിൻ്റെ അതിനൊരു പെർട്ടിക്കുലർ സ്ഥലത്ത് അങ്ങനെ വേസ്റ്റ് കൂമ്പാരെന്നുണ്ടെങ്കിൽ അത് ഫോട്ടോ എടുത്ത് ആ ഫോട്ടോഗ്രാഫ് നിങ്ങളുടെ എസ്സേയുടെ കൂടെ വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ഈ എസ്സേയുടെ കൂടെ വെക്കുമ്പോൾ റീഡേഴ്സിന് ഒന്നും കൂടെ അത് മനസ്സിലാക്കാൻ സാധിക്കും, അത് കണ്ടുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടെ ലോജിക്കാൻ അതുപോലെ വിവിഡാവും. And if your teacher asks you to write an assignment on demography of a particular region, if you use charts or graphs to explain the statistical data, it become clearer to your reader. നിങ്ങളോട് നിങ്ങളുടെ ടീച്ചർ ഒരു പെർട്ടിക്കുലർ പ്ലേസിലെ ഡെമോഗ്രഫി മീൻസ് സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ എന്ന പെർട്ടിക്കുലർ റീജിയൻ, ഒരു പെർട്ടിക്കുലർ റീജിയനിലെ പോപ്പുലേഷൻ സ്റ്റഡി ചെയ്യുന്നതിനാണ് ഡെമോഗ്രഫി എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു പെർട്ടിക്കുലർ റീജിയനിലെ പോപ്പുലേഷൻ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ബർത്ത് റേറ്റ് എത്രയാണ്, ഡെത്ത് റേറ്റ് എത്രയാണ്, മൈഗ്രേഷൻ റേറ്റ് എത്രയാണെന്നൊക്കെ അതൊരു ചാർട്ടോ ഗ്രാഫോ വഴി വെച്ച് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ, ഒരു ഗ്രാഫോ അല്ലെങ്കിൽ ചാർട്ട് എന്തെങ്കിലും വരച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ റീഡേഴ്സിന് ഒന്നുകൂടെ ക്ലിയർ ആവും അത്. ആൻഡ് you can write a whole essay using illustration, or you can integrate illustration with other forms of essay. ഒന്നുകിൽ നിങ്ങൾക്ക് ഇല്യൂസ്ട്രേഷൻ മാത്രം യൂസ് ചെയ്തുകൊണ്ട് എസ്സേസ് എഴുതാം, അതല്ലെങ്കിൽ ഇല്യൂസ്ട്രേഷൻ ഇടയിൽ മാത്രം വെച്ച് മറ്റ് ഫോർമാറ്റുകൾ യൂസ് ചെയ്തിട്ടും എഴുതാൻ പറ്റും. For persuasive or argumentative essay, it requires a lot of illustrations to explain a point. Persuasive അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേക്ക് ഒരുപാട് ഇല്യൂസ്ട്രേഷൻസ് ആവശ്യമായിട്ട് വരും. For persuasive or argumentative essay, it requires a lot of illustration to explain the point. പെർസ്യൂസീവ് എസ്സേ, ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേയിൽ പറഞ്ഞാൽ നിങ്ങളൊരു ആർഗ്യുമെൻറ്റ് ശരിയാണെന്ന് പറയുകയാണ്. സോ നിങ്ങൾക്ക് ഒരുപാട് ക്ലെയിംസ് ഉണ്ടായിരിക്കും, ആ ക്ലെയിമിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് ഇല്യൂസ്ട്രേഷൻ വേണം, ഒരുപാട് എക്സാമ്പിൾസ് വേണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ ആർഗ്യുമെൻറ്റിനെ നിങ്ങളുടെ റീഡർ കൺവിൻസ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ റീഡറിനെ കൺവിൻസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേയിൽ ഒരുപാട് ഇല്യൂസ്ട്രേഷൻസ് വേണം. അതുപോലെ when you write a textual analysis essay in literature, you can illustrate your point using textual quotes and views of other critics. ഒരു ടെക്സ്റ്റുവൽ അനാലിസിസ് ഓഫ് എസ്സേ ഇൻ ലിറ്ററേച്ചറിലാണ് നിങ്ങൾ എസ്സേ എഴുതുന്നതെങ്കിൽ യുവർ ഇല്യൂസ്ട്രേഷൻ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ടെക്സ്റ്റുവൽ കോട്ട്സ് ആവും. അതല്ലെങ്കിൽ അതുപോലെ വ്യൂസ് ഓഫ് അതർ ക്രിറ്റിക്സ് ആണ് നമ്മൾ എക്സാമ്പിൾസ് ആയിട്ട് യൂസ് ചെയ്യുക. ഫോട്ടോഗ്രാഫോ ചാർട്ട്സോ ഒന്നല്ല, മറിച്ച് we use textual quotes or the views of other critics. Let's see what are the features of illustrative writing. Illustration does not have a well-defined structure, but all illustrative writing have commonalities in the objective and methodology. The word exemplification
is sometimes used to refer to illustrative writing. Illustrative writing എന്ന് പറയുന്ന മറ്റൊരു പേരാണ് exemplification. When you write essays using exemplification or illustration, you make statements and give examples for each statement. നിങ്ങൾ ഒരു ഇല്യൂസ്ട്രേറ്റീവ് എസ്സേ എഴുതുന്ന സമയത്ത് യു ഗീവ് എക്സാമ്പിൾസ് ഫോർ ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റിനും നിങ്ങൾ പ്രോപ്പർ എക്സാമ്പിൾസ് കൊടുക്കും. ഒരു ഇല്യൂസ്ട്രേറ്റീവ് എസ്സേയിൽ യു ഗീവ് എക്സാമ്പിൾസ് ഫോർ ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിന് എക്സാമ്പിളാണ് A number of ragging cases were reported on the reopening day in the college. കോളേജ് റീഓപ്പണിംഗ് ഡേയിൽ ഒരുപാട് റാഗിങ് കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് പറയണം, ഇങ്ങനെ 5 സീനിയർ സ്റ്റുഡൻസ് ജൂനിയേഴ്സിനെ അറ്റാക്ക് ചെയ്യുകയും അവരുടെ അടുത്ത് പൈസ ആവശ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത് തന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ എവിഡൻസുമാണ് അല്ലെങ്കിൽ എക്സാമ്പിളുമാണ്. എവിഡൻസ് വിത്ത് എക്സാമ്പിൾ പറയുമ്പോഴാണ് ആ കാര്യം ക്ലിയർ ആവുന്നത്. റാഗിങ് നടന്നു എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, വിത്ത് എക്സാമ്പിൾ അല്ലെങ്കിൽ വിത്ത് എവിഡൻസ് പറയുമ്പോഴാണ് യുവർ പോയിന്റ് ബിക്കം ക്ലിയർ. അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അപ്പോൾ മാത്രമേ പറ്റുന്നുള്ളൂ. എ സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ഹാവ് മോർ ദാൻ വൺ ഇല്യൂസ്ട്രേഷൻ. നിങ്ങളുടെ ഒരു ക്ലെയിമിന് അല്ലെങ്കിൽ ഒരു ആർഗ്യുമെൻറ്റിന് ഒന്നിൽ കൂടുതൽ ഇല്യൂസ്ട്രേഷൻസ് ആവാം. ആൻഡ് ലെറ്റ്സ് ചെക്ക് സം ഗൈഡ് ലൈൻസ് ഓഫ് ഇല്യൂസ്ട്രേറ്റീവ് റൈറ്റിംഗ്. ആൻ ഇല്യൂസ്ട്രേറ്റീവ് എസ്സേ requires a controlling idea or thesis. An illustrative essay requires a controlling idea or thesis. ഒരു ഇല്യൂസ്ട്രേറ്റീവ് എസ്സേക്ക് ഒരു തെസിസ് ഉണ്ടായിരിക്കണം. എക്സാമ്പിൾ സെർവേഴ്സ് എവിഡൻസ് ഫോർ യുവർ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ഇല്യൂസ്ട്രേറ്റീവ് റൈറ്റിങ്ങിൽ എക്സാമ്പിൾ സെർവ്സ് ആസ് എവിഡൻസ്. സ്പെസിഫിക് ആൻഡ് അപ്രോപ്രിയേറ്റ് എക്സാമ്പിൾ ആർ ടു ബി യൂസ്ഡ്. യുവർ എക്സാമ്പിൾസ് മസ്റ്റ് ബി സ്പെസിഫിക് ആൻഡ് അപ്രോപ്രിയേറ്റ്. Vague generalization are to be avoided. Vague generalization, ക്ലിയർ അല്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. Audience need to be taken into account while selecting example. When you select examples, do consider your audience or reader. നിങ്ങൾ ഓഡിയൻസിന് മനസ്സിലാവുന്ന എക്സാമ്പിൾസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ പോയിന്റ് ക്ലിയർ ആവില്ല. Use sufficient number of examples to support your claims. Use sufficient number of examples. Illustrations with images, graphs and charts can be used depending on the discipline. Illustration textual മാത്രമല്ല, ഇമേജസും ഗ്രാഫ്സും ചാർട്ട്സും ഒക്കെ യൂസ് ചെയ്യാം depending on your discipline. If more than one example is used, arrange them in order of their importance. You can use more than one examples for your statement, but you have to arrange it in the order of their importance. ഒന്നിൽ കൂടുതൽ എക്സാമ്പിൾസ് യൂസ് ചെയ്യുമ്പോൾ ആ എക്സാമ്പിൾസിനെ അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് അറേഞ്ച് ചെയ്യണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആദ്യം, അടുത്തത് പിന്നീട്, അങ്ങനെയുള്ള രീതിയിൽ. യൂസ് ഓഫ് ട്രാൻസിഷൻ ഫ്രേസസ് ആൻഡ് ഇല്യൂസ്ട്രേഷൻ ഫ്രേസസ്. യൂസ് ട്രാൻസിഷൻ ഫ്രേസസ് ആൻഡ് ഇല്യൂസ്ട്രേഷൻ ഫ്രേസസ്. ഇല്യൂസ്ട്രേറ്റീവ് എസ്സേ എഴുതുന്ന സമയത്ത് you can use illustration phrases like for example, for instance, to illustrate, അങ്ങനെയുള്ളതൊക്കെ. ഇനി കുറച്ച് ഇല്യൂസ്ട്രേറ്റീവ് റൈറ്റിങ്ങിൻ്റെ ചില സാമ്പിൾ ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. ഹൗ ഡസ് ക്ലോത്തിങ് എൻഹാൻസ് യുവർ അപ്പിയറൻസ്, അഡ്വാൻറ്റേജസ് ഓഫ് കീപ്പിംഗ് എ ജേർണൽ. ഇതൊക്കെ ഇല്യൂസ്ട്രേറ്റീവ് റൈറ്റിങ്ങിൻ്റെ എക്സാമ്പിൾസ്, റൈറ്റിങ്ങിലെ ടോപ്പിക്സ് ആണ്, നോട്ട് ചെയ്യാം. അതുപോലെ അതിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അത് വായിച്ചു നോക്കാം. താങ്ക് യു.